ഇറാൻ അമേരിക്കയുടെ യുദ്ധവിമാനം കൂട്ടത്തോടെ തകർക്കുന്നു. F-15 യുദ്ധവിമാനവും F-10 യുദ്ധവിമാനവും തകർത്തതായിരിക്കുന്ന കാര്യം അമേരിക്ക സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് പൈലറ്റുമാർ അപ്രത്യക്ഷരായിരിക്കുന്നു. പൈലറ്റുമാർക്ക് വേണ്ടി അമേരിക്ക വലിയ രീതിയിലുള്ള കണ്ടെത്താൻ ശ്രമം നടത്തുന്നു. എന്നാൽ ആ പൈലറ്റുമാരെ ഇറാൻ പിടികൂടിയിരിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വന്നു. ഇതോടുകൂടി അമേരിക്ക ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും വലിയ തകർച്ചയിലാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ന്യൂയോർക്ക് ടൈംസ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ 48 മണിക്കൂർ വെടിനിർത്തലിന് വേണ്ടി അമേരിക്ക ആഹ്വാനം ചെയ്യുന്നു. ആഹ്വാനം ഇറാൻ തള്ളുന്നു. യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇറാൻ വെല്ലുവിളി നടത്തുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നു. ഇപ്പോൾ അപ്രതീക്ഷിതമായിരിക്കുന്ന യുദ്ധരീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. വൈമാനിക യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആകാശ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യം പൂർണ്ണമായി തകർന്നിരിക്കുന്ന ഇറാൻ്റേത് എന്ന് കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ന്യൂയോർക്കിൽ വെച്ച് പ്രസ്താവിച്ചത്. പറയുന്ന കാര്യം വ്യോമ മേഖല അപ്പാടെ തങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു എന്നുള്ളതും ഇറാൻ്റെ ആകാശ നിരീക്ഷണം പൂർണ്ണമായി ഇപ്പോൾ അമേരിക്കയുടെ കൈവശത്തിലാണ്. തങ്ങളാണ് ആ രാജ്യത്തിൻ്റെ ആകാശം നിയന്ത്രിക്കുന്നത്, ഒന്നും ചെയ്യാൻ വേണ്ടി ഇറാന് സാധിക്കുകയില്ല എന്ന് പറഞ്ഞു തീർന്ന് മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പാണ് F-15 എന്ന് പറഞ്ഞാൽ 5ാം തലമുറയിൽപ്പെട്ട F-35 യുദ്ധവിമാനത്തിനോട് സമാനമുള്ളതാണ്. അതിശക്തരായിരിക്കുന്ന വിമാനമാണ് ഈ പറയപ്പെടുന്നത്. അവരുടെ എല്ലാവിധ നിരീക്ഷണവും രഹസ്യമായ രീതിയിൽ ക്രോഡീകരിക്കാൻ പര്യാപ്തമായിരിക്കുന്ന നിർമ്മാണ സംവിധാനമാണ് F-15 ഉള്ളത്. മാത്രമല്ല റഡാറിൻ്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് പറക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആകാശ നിരീക്ഷണം അപ്പാടെ അമേരിക്കയുടെ കൈവശത്തിലാണെങ്കിൽ പിന്നെ അമേരിക്ക തന്നെയാണോ വെടിവെച്ചത് എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ്. ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ വലിയ രീതിയിൽ ആശങ്കയാണ്. യുദ്ധവിമാനത്തിൽ നിന്ന് പൈലറ്റുമാരെ കാണാതായതോടെ പിന്നീട് അതിന് നിരീക്ഷണം നടത്താൻ വേണ്ടി 2 ഹെലികോപ്റ്റർ അതിർത്തി കടന്നുകൊണ്ട് ഇറാനിലേക്ക് പ്രവേശിച്ചു. ആ ഹെലികോപ്റ്ററിനെയും വെടിവെച്ചു. അതിലൊന്ന് തകർന്ന് വീണതായിരിക്കുന്ന റിപ്പോർട്ടുണ്ട്. എന്നാൽ അമേരിക്ക സ്ഥിരീകരിച്ചിട്ടില്ല. വെടിക്കൊണ്ടിട്ടുണ്ട് എന്ന് അമേരിക്ക സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൈലറ്റുമാർക്ക് പോലും സുരക്ഷിതമില്ലാത്ത രാജ്യത്തേക്ക് എങ്ങനെയാണ് തങ്ങൾ യുദ്ധത്തിന് പോവുക എന്ന് അമേരിക്കയുടെ പൈലറ്റുമാർ പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. നിസ്സാരമായിരിക്കുന്ന സ്ഥിതിയല്ല ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം. ഭയാനകരമാണ്. അത് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധമുള്ള, അതായത് അമേരിക്കയുടെ ഇറാൻ്റെ ഏതൊരു രീതിയിലുള്ള ആക്രമണത്തെയും പ്രതിരോധിക്കാനോ നിയന്ത്രിക്കാനോ സാധിക്കാത്ത വിധം അശയ്യരായിരിക്കുന്നു യഥാർത്ഥത്തിൽ അമേരിക്കൻ സൈനികർ എന്ന കാര്യങ്ങൾ അവർ തന്നെ ഇപ്പോൾ സമ്മതിക്കുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇറാനെ ആക്രമിക്കാൻ മാത്രം ശക്തി ഇല്ലാതെ വന്നിരിക്കുന്നു. ഒറ്റപ്പെട്ട ആക്രമണം മാത്രമാണ് ഇറാന് നേരെ ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത്, അതും അമേരിക്കയുടെ സഹായത്തോടു കൂടി. അമേരിക്കയുടെ യൂണിഫോം ഇസ്രായേലിൻ്റെ സൈനികർ അണിഞ്ഞിട്ടോ അതല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ യൂണിഫോം അമേരിക്കയുടെ സൈനികർ അണിഞ്ഞിട്ടോ രണ്ടു കൂട്ടരും ഒന്നാകുന്ന രീതിയിലുള്ള ഒരു യുദ്ധ രീതി മാത്രമാണ് ഇറാനെതിരെ ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. കാര്യമെന്ന് പറഞ്ഞാൽ അവരുടെ പ്രതിരോധം തകർന്നു എന്ന് മാത്രമല്ല അവരുടെ ആയുധത്തിന് വലിയ കുറവ് വന്നു. ഇപ്പോൾ പരസ്യമായ രീതിയിൽ ആയുധം നൽകാൻ വേണ്ടി ഇസ്രായേലിന് ആയുധം നൽകാൻ വേണ്ടി തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ഒരു രാജ്യം ഇപ്പോൾ രംഗത്തേക്ക് വരുന്നില്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ലോക രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേലും അമേരിക്കയും ഒറ്റപ്പെട്ടു പോവുകയാണ്. സാധാരണഗതിയിൽ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ എല്ലാ തരത്തിലും അമേരിക്കയുമായിട്ട് സഹകരിക്കാറുണ്ട്. ഇറാൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അത് ഉണ്ടാവില്ല എന്നുള്ളത് വലിയ ആശങ്ക അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്നു. അതിനൊരു പറയുന്നൊരു കാര്യമുണ്ട്. നിലവിൽ യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളെല്ലാം അവരുടെ സാമ്പത്തിക മേഖലയായിട്ടോ സ്രോതസ്സായിട്ടോ ആശ്രയിക്കുന്ന അറബ് രാജ്യങ്ങളെയാണ്. ഇപ്പോഴത്തെ നിലവിൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം അമേരിക്കയുടെ പൗരന്മാർക്ക് സുരക്ഷയില്ലാത്തൊരു രാജ്യമായി അറേബ്യൻ രാജ്യങ്ങൾ മാറിയെന്ന് മാത്രമല്ല അമേരിക്കയുടെ എംബസികളോ കോൺസുലേറ്റോ പ്രവർത്തിക്കുന്നില്ല. അവരുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ സാമൂഹ്യ സ്ഥാപനങ്ങളോ ബിസിനസ് സംബന്ധമായിരിക്കുന്ന മേഖലയോ പ്രവർത്തിക്കുന്നില്ല. കാരണം അത് അവർ പറയുന്ന കാര്യമാണ് വൈദ്യുത നിലയം പോലെയുള്ള സംവിധാനങ്ങൾ, റോഡ് നിലയം പോലെയുള്ള സംവിധാനങ്ങൾ, അതേപോലെ തന്നെ കടലിൽ നിന്ന് വെള്ളം ശുദ്ധീകരിക്കുന്ന സംവിധാനങ്ങളെല്ലാം അമേരിക്കക്ക് ഡെപ്പോസിറ്റ് ഉണ്ട് വലിയ രീതിയിൽ. അറേബ്യൻ രാജ്യങ്ങളുടെ കുടിവെള്ളം എന്ന് പറഞ്ഞാൽ കടൽ വെള്ളമാണ്. അത് ശുദ്ധീകരിച്ചിട്ടാണ് ഈ ഓരോരോ വീട്ടിലെത്തുന്നത്, പൈപ്പ് വെള്ളമായിട്ട് എത്തുന്നത്. അങ്ങനെയാണ്. അപ്പോൾ കിണർ കുഴിക്കുക അല്ലെങ്കിൽ കുഴൽക്കിണർ കുഴിച്ചിട്ട് വെള്ളം എടുക്കുന്ന രീതിയിലുള്ള സംവിധാനം അറേബ്യൻ രാജ്യങ്ങളിലെല്ലാം കടലിനെ ആശ്രയിക്കുന്നു. കടൽ ശുദ്ധീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ നിക്ഷേപം നടത്തിയിരിക്കുന്ന രാജ്യമാണ് അമേരിക്ക. ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ ആക്രമിക്കുന്നു. എംബസിയും കോൺസുലേറ്റും പ്രവർത്തിക്കുന്നില്ല. അമേരിക്കയുടെ പൗരന്മാർക്ക് പോലും സുരക്ഷിതമായ രീതിയിൽ രാജ്യത്ത് ഇറങ്ങി നടക്കാൻ പറ്റാത്ത വിധം വിഷണ്ണമായിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് യുദ്ധത്തിൻ്റെ അവസ്ഥാ സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു. ഒരു ഇൻ്റലിജൻസിനും റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത വിധമാണ് ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ ഉള്ളത് എന്നുള്ളതാണ്. കാര്യം എന്ന് പറയാൻ വളരെ എളുപ്പത്തിൽ ഇറാൻ്റെ ആത്മീയ നേതാക്കളെ വധിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ അവിടെ രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നും വളരെ എളുപ്പത്തിൽ തന്നെ അവിടുത്തെ ഭരണം അട്ടിമറിച്ചുകൊണ്ട് പുതിയ ഭരണ സംവിധാനത്തെ ഉണ്ടാക്കാം എന്നും
ഇസ്രായേലിൻ്റെ മൊസാദ് വിഭാഗം ഇസ്രായേലിനെ തെറ്റിദ്ധരിപ്പിച്ചു. മൊസാദ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് എളുപ്പമാണ്, ഇപ്പോഴാണ് ഇതിൻ്റെ അവസരം. ഇസ്രായേൽ എന്ത് ചെയ്തു? അമേരിക്ക തെറ്റിദ്ധരിപ്പിച്ചു. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് മുമ്പ് ചെയ്ത 1948 ശേഷം ഇങ്ങോട്ട് ചെയ്തിരിക്കുന്ന എല്ലാ യുദ്ധത്തിലും ഇസ്രായേൽ എന്താണോ പറയുന്നത് അത് യാഥാർത്ഥ്യമാവുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കനെ വിശ്വസിക്കുകയും ചെയ്തു. ഇപ്പോൾ അമേരിക്ക കുടുങ്ങി, കൊണ്ടുപോകാനും പറ്റുന്നില്ല, ഇട്ടെറിഞ്ഞ് പോകാനും പറ്റാത്തൊരു സ്ഥിതിയാണ്. 2 യുദ്ധക്കപ്പൽ വന്നു, ഒന്ന് അങ്ങനെ തന്നെ ഈ മുറിഞ്ഞു പോയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ്. അതിപ്പോൾ പറയുന്നത് ഈ ഗ്രീസിൽ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയതാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് പൂർണ്ണ രീതിയിൽ ആദ്യത്തെ പോലെ ആക്കാൻ വേണ്ടി സാധിക്കില്ല എന്നാണ്. അത് ജെറാൾഡ് ആർ ഫോർഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ആ പറയുന്നത്. ഈ അറേബ്യൻ കടലിലുള്ള അബ്രഹാം ലിങ്കൺ കപ്പലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് ഇപ്പോൾ ഈ ഇറാൻ്റെ മേഖലയ്ക്ക് നേരെ ആക്രമണം നടത്താൻ പറ്റാത്ത വിധം അതിനും വലിയ രീതിയിലുള്ള മെഷീനറി സംവിധാനങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ട്. 65 മുതൽ 95 യുദ്ധവിമാനങ്ങളൊക്കെ പേറ മാത്രമുള്ള സംവിധാനമുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട ജെറാൾഡ് ആർ ഫോർഡ് ആണെങ്കിലും അബ്രഹാം ലിങ്കൺ കപ്പലാണ്. മൂന്നാമത്തെ ഒരു കപ്പലാണ് ജോർജ് ബുഷ്. അതിന് 85 യുദ്ധക്കപ്പലിനെ താങ്ങാൻ വേണ്ടി സാധിക്കും എന്നാണ് പറയുന്നത്. താങ്ങാൻ സാധിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, പറന്നുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോഴത്തിന് ഇറാൻ എന്ന് കൊണ്ടുപോയിട്ട് ഈ വിമാനത്തിന് മേലെ ബോംബിടുന്നു, അത് തകർക്കപ്പെടുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നു? ഈ കപ്പലിന് തീപിടിക്കുന്നു. അതിൻ്റെ ആശങ്കയിലും വലിയ പ്രയാസത്തിലുമാണ് പിന്നെ കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ 500 നോട്ടിക്കൽ മൈൽ അടുത്തേക്കായിരുന്നു ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ഈ പറയപ്പെട്ട അബ്രഹാം ലിങ്കൺ കപ്പൽ എത്തിയത്. ഇറാൻ്റെ അതിർത്തിയിൽ നിന്ന് ഈ കപ്പൽ നിൽക്കുന്നിടത്ത് 500 നോട്ടിക്കൽ മൈൽ അകലെ. മിസൈലിൻ്റെ ആക്രമണം മൂലം അത് പിന്നീട് 100 നോട്ടിക്കൽ മൈൽ അകലെ പിന്മാറി. പിന്നീട് 100 വീണ്ടും പിന്മാറി. ഇപ്പോൾ ഏകദേശം 1000 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ചില റിപ്പോർട്ടിൽ പറയുന്നു. ആ കപ്പലിനെ ഇപ്പോൾ കാണാനില്ല എന്നുള്ളത്. ആ തരത്തിൽ കാര്യങ്ങൾ പോകുന്നു. ആകാശമാണ് പിന്നീട് ഒരു നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം ഇറാൻ ഉണ്ടായിരുന്നത് എന്നാണ് ലോകം മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അവിടെയും കീഴടക്കപ്പെട്ടിരിക്കുന്നു. അഥവാ വലിയ സാങ്കേതിക സംവിധാനം റഷ്യയുടേതെല്ലാം ഇറാൻ ഇപ്പോൾ പ്രയോഗിക്കുന്നുണ്ട്. മിസൈൽ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് കൊറിയയുടേത് ഉപയോഗിക്കുന്നുണ്ട്. കൊറിയയുടെയും റഷ്യയുടെയും ഈ സംവിധാന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവിടെ എത്തുന്നത് എന്നുള്ളത് അത്ഭുതമാണ്. കാര്യം 2 വർഷം ഗസക്കകത്ത് യുദ്ധം ചെയ്തിട്ട് പോലും ഹമാസിൻ്റെ കൈവശത്തിലേക്ക് ഏത് തരത്തിലാണ് ആയുധങ്ങൾ എത്തുന്നതെന്നോ എവിടെയാണ് സൂക്ഷിക്കപ്പെട്ടത് എന്നുള്ളതോ അവരുടെ ബന്ദികൾ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളതോ ലോകത്തിലെ എല്ലാവിധ സാങ്കേതിക സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ട് പോലും കണ്ടെത്താൻ പറ്റാത്ത രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. പിന്നീട് ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ കണ്ടെത്താൻ സാധിച്ചെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ. ഇപ്പോഴത്തെ സ്ഥിതി വളരെ ദയനീയമാണ്, പരിതാപകരമാണ്, സങ്കടമാണ്. 100 കണക്കിന് അമേരിക്കയുടെ സൈനികർ ഇപ്പോഴത്തെ നിലവിൽ സാധ്യത ഇറാൻ്റെ കൈവശത്തിലുണ്ട് എന്നാണ് പറയുന്നത്. 200-ലധികം ഇസ്രായേലി സൈനികർ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ കൈവശത്തിലുണ്ട് അങ്ങനെയും പറയുന്നു. അങ്ങനെ വല്ലാത്ത രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് രാജ്യം പോയിരിക്കുന്നു. ഇന്നലെ ഇപ്പോൾ ഒരു പാലം കൂടി ലെബനാൻ്റെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഇസ്രായേൽ തകർത്തു. അതിന് പകരമായ രീതിയിൽ ഹിസ്ബുള്ള ഗ്രൂപ്പ് ഇസ്രായേൽ തന്ത്രപ്രധാനമായിരിക്കുന്ന ഒരു പാലവും തകർത്തു. അപ്പോൾ പാലം തകർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥിതിയിൽ ഏറെക്കുറെ ഈക്വാലിറ്റി കൈവരിക്കാൻ മാത്രം ലെബനാൻ വളർന്നിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഇസ്രായേൽ അവിടെ പരാജയപ്പെടുകയാണ് എന്നുള്ളത് കൃത്യമാണ്. ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണം എന്നുള്ള രീതിയാണ് അവർ പറയുന്നത്. എന്നാൽ ഒരു തരത്തിൽ അവസാനിപ്പിക്കാൻ വേണ്ടി തയ്യാറല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ നിർമ്മിതമായിരിക്കുന്ന ആയുധത്തിൻ്റെ ഏകദേശം 35% പോലും ഇത്രയും കാലത്തെ ഒരു മാസത്തോളമുള്ള യുദ്ധത്തിനിടയിൽ തങ്ങൾ പ്രയോഗിച്ചിട്ട് പോലുമില്ല. ഇനി 70% ബാക്കിയാണെന്ന് മാത്രമല്ല, ഓരോരോ ദിവസവും തങ്ങൾക്ക് ആയുധ നിർമ്മാണങ്ങൾ നടന്നു വരുന്നുണ്ട്. 4-ലധികം ഫാക്ടറികൾ മിസൈൽ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പുറത്ത് മറ്റു പല രാജ്യങ്ങളിലും ഇറാൻ്റെ മിസൈൽ ഫാക്ടറികൾ ഉണ്ട് എന്നുള്ളതും ലോകത്തെ അതിശയിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കീഴടക്കിക്കൊണ്ട് ഭരണമാറ്റം ഉണ്ടാവുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമല്ല എന്നവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഹോർമുസ് കടലിൽ നിന്ന് തങ്ങൾ പിന്മാറുകയാണ് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. ഏതെങ്കിലും കപ്പലുകൾക്ക്, അതായത് യൂറോപ്യൻ രാജ്യങ്ങളോടാണ് പറയുന്നത്, നിങ്ങൾക്ക് ഏതെങ്കിലും കപ്പലുമായി ബന്ധപ്പെട്ട് ഹോർമുസിലൂടെ പോകണമെങ്കിൽ നിങ്ങൾ സ്വന്തം യുദ്ധം ചെയ്തോളൂ, അല്ലെങ്കിൽ ഇറാനുമായിട്ട് പിന്നെ കരാറുണ്ടായിക്കോളൂ, ഞങ്ങളത് ബാധിക്കുന്ന കാര്യമല്ല, ഞങ്ങൾ ആ വിഷയത്തിൽ ഇടപെടുകയും ഇല്ല എന്ന് അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങളോട് പറയണമെങ്കിൽ ഒരു തരത്തിലും അമേരിക്കക്ക് ആ മേഖല കീഴടക്കാൻ സാധിക്കില്ല എന്നുള്ള ഉറപ്പാണ്. ഈ വിഷയം എന്ന് പറഞ്ഞാൽ അമേരിക്ക കണക്ക് കൂട്ടിയത് ഇങ്ങനെയാണ്: ഹോർമുസ് കടൽ കീഴടക്കി കഴിഞ്ഞാൽ അവിടുത്തെ നിയന്ത്രണം അമേരിക്കയുടെ സൈനികരിലേക്ക് എത്തും. അങ്ങനെ ആ സമയത്ത് അവർക്ക് തോന്നുന്ന തരത്തിൽ ചുങ്കം പിരിക്കാം, വലിയ സാമ്പത്തിക മുതൽക്കൂട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അമേരിക്കയുടെ പ്രസിഡന്റായിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച ഒരു ബിസിനസ് മെൻറ്റാലിറ്റിയുള്ള ആളാണ്. അപ്പോൾ തങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൃത്യമായ രീതിയിൽ സാധൂകരിക്കും എന്നവർ മനസ്സിലാക്കി. എന്നാൽ സ്ഥിതി കാര്യങ്ങൾ വ്യത്യസ്തമാണ്. അങ്ങനെ അല്ല കാര്യങ്ങൾ പോയത്. ഇറാൻ അതിന് ഏറ്റവും പ്രൗഢമായിരിക്കുന്ന ശക്തിയോട് കൂടി അതിനെ പ്രഹരിച്ചു.
അപ്പോൾ അമേരിക്കക്ക് നിലനിൽക്കാൻ പറ്റാത്ത സ്ഥിതി വന്നു. അമേരിക്കയോട് വേറെ രാജ്യങ്ങൾ സഹകരിക്കാത്ത സ്ഥിതി വന്നു. നിങ്ങൾ മാത്രമാണ് യുദ്ധമുണ്ടാക്കിയത്, നിങ്ങളത് അവസാനിപ്പിക്കണം എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയോട് പറയണമെങ്കിൽ ഇതിൻ്റെ അവസ്ഥ ഭയാനകരമാണ് എന്നുള്ളത് കൃത്യമാണ്. ഇപ്പോൾ അവർ കുടുങ്ങിയിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറല്ലെന്ന് ഇറാൻ പറയുമ്പോൾ ഞങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്ന് 2-ലധികം തവണ ഒമാൻ മുഖാന്തരം ഈ ഇറാനോട് അവർ പറയാൻ വേണ്ടി അമേരിക്ക ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് തയ്യാറല്ല എന്ന് പറയുമ്പോൾ വലിയൊരു യുദ്ധം തന്നെയാണ്, അല്ലെങ്കിൽ വലിയൊരു ആക്രമണം അമേരിക്കയ്ക്ക് നേരെ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുകൂടി നമുക്ക് വിലയിരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.